നാട്ടിന് ഏറ്റവും കൂടുതൽ ആപത്ത് വരുത്തത്തക്ക രീതിയിൽ മദ്യവ്യാപനത്തിനുള്ള അവസരമാണ് ഇവിടെ UDF സർക്കാർ ഒരുക്കുന്നത്. ഇതിപ്പോ അവരുടെ സ്ഥാനത്ത് ഉമ്മയാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മദ്യനികുതിയിൽ 130% ഇളവ് അനുവദിച്ചുകൊണ്ട് രീതിയിൽ മദ്യവ്യാപനത്തിനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. അതെ, എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു തരം ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി. ചുറ്റിക്കളിയോ? അതെ. ഇത്തരമൊരു കാര്യം അതീവ ഗൗരവമായി നാടിനെ ബാധിക്കുന്നതും സമൂഹത്തെ ബാധിക്കുന്നതുമായ വിഷയമാണ്. ഇഷ്ടപ്പെട്ടു. പ്രായം ഇത്തിരി കൂടിയാലെന്താ, തറവാട്ടിൽ പിറന്നവന്റെ ലക്ഷണമുണ്ട്. മദ്യനികുതി കുറച്ച് 130% നികുതി കുറച്ച് നാട്ടിൽ മദ്യമൊഴുക്കുന്നതിനോട് ഈ നാടിൻ്റെ ഭാഗമായുള്ള ആബാലവൃദ്ധം ജനങ്ങളും എതിർക്കും എന്നത് തന്നെയാണ് വ്യക്തം. നിന്നോട് ആര് പറഞ്ഞടാ ഈ രാഷ്ട്രീയ കൂഷ്മാണ്ഡത്തിനെ പിടിച്ച് വീട്ടിൽ കയറ്റാൻ? എവന്റെ മുഖം കണ്ട അറിയത്തില്ലയോ കള്ളരാന്ന്? നീയൊക്കെ കൂടി നാടോ കട്ടുമുടിച്ചു. ഇപ്പൊ വീടുകൾ കയറി ഇറങ്ങി നടക്കുക തിന്നു മുടിക്കാൻ. പക്ഷേ അവരവരുടേതായ കാരണങ്ങളാൽ ഇത്തരമൊരു നികുതി കുറവ് മദ്യത്തിന് വരുത്തണമെന്ന് ഭരിക്കുന്ന കക്ഷിക്കോ മുന്നണിക്കോ തോന്നുന്നു എങ്കിൽ അത് അവരുടെ തലത്തിൽ ചർച്ച ചെയ്യേണ്ടതാണല്ലോ. ഇവിടെ കാണുന്നത് ഇതേവരെ അത്തരമൊരു ചർച്ച ഇന്ന് കേരളം ഭരിക്കുന്ന UDF നടത്തിയിട്ടില്ല എന്നാണ്. ഒരു മാറ്റമില്ലല്ലോ. കേരളത്തിൽ ഇതേവരെ ഇത്തരമൊരു മദ്യ ഒഴുക്കിനുള്ള സാഹചര്യം ഒരു സർക്കാരും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. നീ വാ തുറന്നതിന്റെ തലയിടിച്ച് വിളിക്കും കീടമേ. ഒക്കെ നടന്നു.